അറിയേണ്ടത്. ഈ ഒരു വിഷയം, ഈ ഒരു ഇഷ്യൂ ആയിട്ടിത് മുൻപോട്ട് വരുമ്പോൾ തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഒരു പത്രസമ്മേളനം വിളിക്കുകയും എൻ്റെ സത്യാവസ്ഥ എല്ലാവരോടും, എല്ലാ ചാനലുകളും, എല്ലാ മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു, അവരോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയും എൻ്റെ വേണ്ടാன തെളിവുകൾ കംപ്ലീറ്റ് നൽകുകയും ചെയ്തിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെപ്പറ്റി വളരെ മോശമായ രീതിയിൽ അവിടെ വെച്ച് എടുത്ത ഫോട്ടോ പോലും ഞാൻ ഭീകരനാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിൽ കൊടുത്ത മാധ്യമങ്ങളുണ്ട്. പക്ഷേ നല്ല അതിനെ വളരെ പോസിറ്റീവായി കൊടുത്ത ആളുകളുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു ന്യൂനപക്ഷം മാത്രമാണ്. മറ്റ് പ്രധാന മുൻനിരയിൽ നിൽക്കുന്ന ചില മാധ്യമങ്ങൾ ഇതിനെ വളരെ മോശമായി തന്നെ കാണാൻ ശ്രമിച്ചു. അത് ഒരു രീതിയിലുള്ള അന്വേഷണം നടത്തിയതിൻ്റെ പേരിലൊന്നുമല്ല, അത് എന്തോ ഒരു ഇതിൻ്റെ പുറകിൽ ഒരു വലിയൊരു അജണ്ട നിലനിൽക്കുന്നുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു മുസ്ലിമാണ്, അല്ലെങ്കിൽ ഒരു താടി വെച്ചു, അല്ലെങ്കിൽ സുന്നത്തായ വേഷത്തിൻ്റെ പേരിൽ എന്നെ ഒരു തീവ്രവാദിമായ രീതിയിൽ എന്നെ ചിത്രീകരിക്കുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ പത്രസമ്മേളനത്തിലൂടെ ഞാനാണെങ്കിൽ എൻ്റെ സത്യങ്ങൾ ഞാൻ പുറത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ട് പോലും അവരതല്ല കാണാൻ ശ്രമിച്ചത്. മറിച്ച് നെഗറ്റീവായിട്ട് അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് മുൻപോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ സത്യത്തിൽ വളരെ എന്താ പറയുക, മാനസികമായിട്ട് തന്നെ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയാം. കാരണം സത്യവും നീതിയും നടപ്പാവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഞാൻ അന്ന് അവിടെ എല്ലാം മുമ്പിൽ എൻ്റെ മനസ്സ് തുറക്കാൻ ഞാൻ തീരുമാനിച്ചത്. പിന്നീട് തന്നെ ഒരുപാട് മാധ്യമങ്ങൾ വിളിക്കുകയുണ്ടായി, ഇൻ്റർവ്യൂ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടാണ്. പക്ഷെ ഞാൻ ആർക്കും അതിനുള്ള വേദി കൊടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഭയമായിരുന്നു. കാരണം മാധ്യമങ്ങൾ അവരെ വളരെ നല്ല രീതിയിൽ സന്തോഷപൂർവ്വം തന്നെ നമ്മളെ സമീപിച്ചിട്ട് നമ്മളെ അതൊരു വേറെ രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന സന്ദർഭമാണ് എനിക്ക് അനുഭവത്തിലുണ്ടായിട്ടുള്ളത്. നമ്മുടെ മാധ്യമങ്ങളിൽ സൃഷ്ടിച്ചെടുത്ത ഒന്നാണ് ലവ് ജിഹാദ് എന്ന പദപ്രയോഗം. ജിഹാദ് അതിൻ്റെ സാക്ഷാത് അർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ലവ് എന്ന് പറയുന്ന വാക്ക് ജിഹാദുമായി ചേർത്ത് ഇപ്പോൾ നടത്തുന്ന ഈ പ്രചാരവേല തികച്ചും ദുരുപദിഷ്ടമാണ് എന്ന് അതിനെപ്പറ്റി പരിശോധിക്കുമ്പോൾ ബോധ്യമാവും. അനുദിനം ഉപഭോഗവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അതായത് പലതരം പരസ്യങ്ങളാൽ നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതായത് പരസ്യങ്ങളുടെ പീഡനം കേരളീയ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘർഷ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഉപഭോഗാവസ്ഥയിലേക്കാണ് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രചാരണവും കടന്നു വന്നത്. ഞാൻ ആദ്യം പദം കേൾക്കുന്നത് ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തിലൂടെയാണ്. പക്ഷെ അതിനുശേഷം സ്വാഭാവികമായും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ വാക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം ജഡ്ജി ഉപയോഗിച്ച വാക്കാണ്. തേജസ് ആഴ്ചപ്പതിപ്പ് ഇതൊക്കെ നടത്തിയിരുന്ന വില്ലിഫിക്കേഷൻ ക്യാമ്പയിനാണ്. വളരെ മോശപ്പെട്ട രീതിയിൽ, നമുക്കൊരു ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ വാൾഗറായിട്ടുള്ള വഷളായിട്ടുള്ള സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കണം, ഇത് ആളിക്കത്തിക്കണം, കൂടുതൽ കുഴപ്പമുണ്ടാക്കണം, ഈ രാജ്യം കുട്ടിച്ചോറാക്കണം എന്ന പരമമായ ഉദ്ദേശത്തോട്ടുള്ള വാർത്തകളാണ് വന്നിരുന്നത്. യാതൊരു സംശയമില്ല. കലാകൗമുദിയിൽ വന്നതിനേക്കാൾ വൃത്തികെട്ട വാർത്തകളാണ് തേജസ് വാരികയിലൊക്കെ വന്നിരുന്നത്, ദ്വൈ വാരികയിൽ വന്നിരുന്നത്. പത്രങ്ങൾ വസ്തുതകൾ വെച്ച് സംസാരിച്ചില്ല, അവർ കേട്ടുകേൾവിയുടെ പിറകെ പോയി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ വരുമ്പോൾ ഇരകളുടെ മനസ്സ് കൂടുതൽ അറിയുന്ന പത്രങ്ങൾ, അവർ ഇരകളുടെ ഭാഗം എന്ത് എന്ന് പറയാൻ ശ്രമിക്കും. അവർ വസ്തുതകൾ പരിശോധിക്കും. പത്രങ്ങൾ ചെയ്യേണ്ടത് വസ്തുതകൾ പരിശോധിക്കുകയാണ്. ആ വസ്തുതകൾ പരിശോധിക്കണം എന്ന് മുസ്ലിങ്ങൾ നടത്തുന്ന പത്രക്കാരങ്ങൾ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്തിട്ടുണ്ട്, അത് ആവശ്യമാണ്. അതായിരുന്നു ഇവിടെ വേണ്ടിയിരുന്നത്. പകരം അത് ചെയ്യാതിരുന്ന പത്രങ്ങളാണ് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കി തീർത്തത്. അപ്പോൾ ഇവിടെ ചെയ്യരുതാത്തത് ചെയ്തത് മറ്റ് പത്രങ്ങളാണ്, മുസ്ലിങ്ങൾ നടത്തുന്ന പത്രങ്ങളാണ് വസ്തുതകളുടെ അടിസ്ഥാനമാക്കി സംസാരിക്കണം എന്ന് പറയുകയുണ്ടായി. ഒക്ടോബർ 23, 2009 DGP ജേക്കബ് ന്യൂസ് ഹൈക്കോടതിയിൽ നൽകിയ ഒന്നാം അഫിഡവിറ്റിനെ സംബന്ധിച്ചിട്ട് പ്രതിപാദിക്കവേ മാതൃഭൂമിയിൽ അത് സംബന്ധമായി വാർത്ത വന്നപ്പോൾ കേരളത്തിൽ ലവ് ജിഹാദ് സംശയിക്കപ്പെടുന്നു എന്നതായിരുന്നു തലക്കെട്ട്. എന്നാൽ അതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ
സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് മാത്രമാണ് അത് സംബന്ധമായി നിലവിലുള്ളത് എന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. പക്ഷേ തലക്കെട്ടിൽ ഈ കണ്ടന്റിലില്ലാത്ത ഒരു പ്രസ്താവം നൽകിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധാരണയിൽ അകപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം ആണ് മാതൃഭൂമി ഒക്ടോബർ 24 ഒക്ടോബർ 24 നടത്തിയത്. ഒരു മതത്തിന്റെ ഒരു മതം മാറ്റി അവരെ ഒരു തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെടുത്താനൊക്കെ അത്ര എളുപ്പമാണോ? എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമാണ്. ഇവർ പറയുന്ന പോലെ അത്ര എളുപ്പമാണെന്ന്. പിന്നെ ഇത് എവിടുന്ന് വന്നു എന്ന് വെച്ചാൽ ഇത് ഇത്രയും ഇമ്പോസിബിളായ, ഇത്രയും അബ്സേർഡായ ഒരു കഥ ഇത്തരത്തിൽ പ്രചരിച്ചതിൻ്റെ ഒരു 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 ലോജിക്കാണ് ഒരുപക്ഷെ നമ്മൾ പരിശോധിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ധാരാളം സ്ത്രീകൾ പൊതുരംഗത്തുണ്ട്. പലതരത്തിൽ പഞ്ചായത്തുകളിലായാലും കുടുംബശ്രീ വഴിയായാലും ഒക്കെ ഒരുപാട് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഈ കാലത്ത് പൊതുവെ സമുദായ സംഘടനകളിലടക്കം ഒരുപക്ഷെ കേരളത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം, അവർക്ക് അതിൽ അധികാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ വർദ്ധിച്ചിട്ടുള്ള ഒരു കാലമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വശീകരിക്കപ്പെട്ട് ആരുടെയെങ്കിലും പുറകെ പോകുന്നവരാണ് എന്ന് പറയുന്നതിലും ഒരു യുക്തിക്കുറവുണ്ട്. പക്ഷേ ഈ യുക്തിക്കുറവുള്ളതിന് ഇത്ര പെട്ടെന്ന് മനുഷ്യർ ബാക്കി ഈ ഒരുപാട് പേര് വിഴുങ്ങിയത് എങ്ങനെയെന്നുള്ള ഒരു ചോദ്യമാണെന്ന് തോന്നുന്നു എനിക്ക് അവശേഷിക്കുന്നത് ഇതിൽ ഇക്കാര്യത്തിൽ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. അപ്പം ഞാനൊക്കെ എഴുതിയത് ആദ്യം എന്താണെന്ന് വെച്ചാൽ കമലാദാസാണ്, കമലാ സുരയ്യാണ് ലവ് ജിഹാദിൻ്റെ ആദ്യത്തെ ഇര എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കമലാ സുരയ്യയുടെ കാര്യത്തിൽ കമലാ സുരയ്യ ഒരാളായിട്ട് സ്നേഹിച്ച് അപ്പോൾ എനിക്കറിയാം ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഞാൻ നാളെ മുതൽ ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ കമലയുടെ അടുത്ത് പോയി. അപ്പോൾ കമല എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ കമല ആ കാലത്ത് ഇങ്ങനെ ഒരു മൊബൈൽ ഫോൺ തൂക്കിയിട്ട് ആ മൊബൈൽ ഫോൺ ഇത് ആരോടാ സംസാരിക്കണേ, അത് അയാളുടെ അടുത്താണ്, അയാൾ എനിക്ക് ഗസൽ പഠിത്തരും, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കമല ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ അവിടെ വരലുണ്ടായില്ല. പിന്നെ സ്ലോലി ഈ ഗസൽ പാടലുണ്ടായില്ല. പിന്നെ മൊബൈൽ ഫോൺ അപ്രത്യക്ഷമായി. അതെല്ലാം കഴിഞ്ഞ് കമല ഇങ്ങനെ അങ്ങനെ ഒരു സംഗതിയെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് വരെ പറഞ്ഞ് കമല എന്നിട്ട് കമലയുടെ ഈ ഇസ്ലാം മതത്തിൽ തന്നെ വിശ്വസിച്ച് അല്ല എന്ന് പറഞ്ഞ് ബുക്ക് വരെ എഴുതി കമല അതിൽ തന്നെ ഉറച്ചു നിന്നു. പക്ഷെ അന്ന് ഞങ്ങൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കമലാദാസ് പോലെ ഒരു VIP കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കൺവേർട്ട് ചെയ്യണ ആൾക്ക് 1 കോടി രൂപ വിദേശത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടും എന്നാണ്. ഏതാണ്ട് 4800 പരം യുവതികൾ ഈ തരത്തിൽ വശീകരിക്കപ്പെടുകയും അങ്ങനെ അവർ പ്രണയത്തിലകപ്പെടുകയും വിവാഹിതരാകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് സ്റ്റോറിയിൽ ആദ്യം തന്നെ പറയുന്നത്. പിന്നീട് ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതിനെ തുടർന്ന് ഉണ്ടായ പ്രതികരണങ്ങൾ വെച്ചുകൊണ്ട് ഇവരൊക്കെയും തന്നെ പാകിസ്ഥാനിലേക്ക് കടന്നു കളയുകയാണ് ചെയ്തത് എന്ന BJPയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന മിസ്റ്റർ കൃഷ്ണദാസിലേക്ക് ചേർത്തുകൊണ്ടാണ് പിന്നെ സ്റ്റോറി ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും ഞാൻ അതിനെ സംബന്ധിച്ച് ഒരിക്കൽ ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിന് ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി വിളിച്ച് ഇവർ 4800 ചില്ലാനം ആളുകൾ, പെൺകുട്ടികൾ ഒരു പ്രദേശത്തു നിന്ന് അല്ലെങ്കിൽ സംസ്ഥാനത്തു നിന്ന് ഒട്ടാകെ പോയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം പഞ്ചായത്തിൽ നിന്നാണ്, ഏത് ജില്ലയിൽ നിന്നാണ് ഇവർ പോയത്? ഇവരുടെ കൂടെ സ്വാഭാവികമായും ഓരോ ആൺ വീതമുണ്ടെങ്കിൽ 9000 ചില്ലാനം ആളുകൾ രാജ്യം വിട്ടു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. എങ്കിൽ അത് എന്തുകൊണ്ട് പ്രശ്നമാകുന്നില്ല? എന്തുകൊണ്ട് അവരെ കശ്മീർ അതിർത്തിയിൽ അവർ പാകിസ്ഥാനിലേക്ക് പോയി എന്ന് പറയുന്നത്? പാകിസ്ഥാനിൽ ആരാണ് അവരെ സ്വീകരിച്ചത്? കശ്മീർ അതിർത്തി ഇത്രത്തോളം തുറന്നു കിടക്കുകയാണോ? അതിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാവുന്ന ഒരേ ആളുകൾ സ്വാഭാവികമായി ഒരു 9000-10000 ആളുകൾ ഇങ്ങനെ അങ്ങ്, അതും അന്യനാട്ടിലുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള 2-3 യുവാക്കൾ അവിടെ പോയി ഏറ്റുമുട്ടലിനൊക്കെ വിധേയമായി വളരെ ജാഗ്രതായ ഒരവസ്ഥയിൽ ഈ യുവാക്കൾ അതിൽ കടന്നു പോകുമ്പോൾ അതൊരു വിഷയം പോലും ആയില്ല എന്നത് വളരെ അത്ഭുതകരമാണ്. അതുകൊണ്ട് പത്രം ഓഫീസിലിരിക്കുന്ന ആൾക്കാർ ഇതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? 5000-6000 തുടങ്ങിയ കണക്കുകൾ, അതിൻ്റെ വസ്തുനിഷ്ഠത എന്താണ്, എവിടെയാണ് ഇത് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ നമ്മുടെ മലയാളികളിൽ വലിയൊരു വിഭാഗം നിർബന്ധിതരായി തീരുമായിരുന്നു. അവരത് ചെയ്തില്ല. വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് വശീകരിച്ചാൽ ഈ 4000 സ്ത്രീകളൊക്കെ പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. 4000 പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല, സ്വാഭാവികമായി സംഭവിക്കാം. പക്ഷേ കേരളം എന്ന ചെറിയ സംസ്ഥാനത്ത് ഇവിടെ 1000 പഞ്ചായത്തേ ഉള്ളൂ. അപ്പോൾ ശരാശരി ഒരു പഞ്ചായത്തിൽ നിന്ന് 4-5 പെൺകുട്ടികൾ അപ്രത്യക്ഷരാവണം. അങ്ങനെ ഒരു വാർത്തയും അതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല, പോലീസിന് കിട്ടിയിട്ടില്ല.
അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് കേരളത്തിലെ പൊതുസമൂഹം അറിയുമായിരുന്നു. 4000-ന്റെ 5000-ന്റെ കണക്ക് പറയാം. അഥവാ ഇങ്ങനൊരു നിർബന്ധപരമായ ഒരു പരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ജനാധിപത്യ വിശ്വാസിയായ എനിക്കും താല്പര്യമുണ്ട് ഇതിങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അത് ഞാനും താല്പര്യവാനാണ്, അത് നടക്കുക തന്നെ വേണം. പക്ഷേ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം അടിച്ചമർത്താനുള്ള ഒരു പദ്ധതിയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ഇതിന് സമ്മതിക്കുകയില്ല. അത് ഈ വിഷയങ്ങൾ മാത്രമല്ല, നമ്മുടെ നാടുകളിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കാറുണ്ട്. വർഗീയപരമായിട്ടും തീവ്രപരമായിട്ടും തിരിക്കാനും അതിലൂടെ ലാഭം കൊയ്യാനും ശ്രമിക്കുന്ന ഒരുപാട് ശക്തികൾ നമ്മൾ കണ്ടതാണ്. അവരെയൊക്കെ തള്ളിക്കളയുന്ന ഒരു സമൂഹമായിട്ടാണ് നമ്മുടെ കേരള ജനത മാറിയിട്ടുള്ളത്. കമ്മ്യൂണൽ ഇഷ്യൂസിൽ പ്രത്യേകിച്ച് മുസ്ലിം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ ആ മുൻവിധി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ആവുള്ളൂ, ഇത് തന്നെയാണ് ശരി, 4000 പേര് ലവ് ജിഹാദിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവാനേ തരമുള്ളൂ എന്ന് തീരുമാനിക്കുകയും ഇവൾ ഇരയാണവൾ എന്ന് പറയുന്ന ഒരു പരമ്പരയുടെ ഒരു ഭാഗത്ത് ഒരു ലക്കത്തിൽ ഈ ഒരു സംഗതി വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം വെച്ചു കൊടുക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ മുൻവിധി മുസ്ലിം പ്രശ്നങ്ങളിലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കാണപ്പെടുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. മനോരമയാണ് ഏറ്റവും നേർപ്പിച്ച വാർത്തകൾ കൊടുത്തിരുന്നത്. പിൽക്കാലത്ത് മനോരമയ്ക്കെതിരായിട്ടാണ് മുസ്ലിം മതമൗലികവാദികൾ നടത്തുന്ന പത്രങ്ങൾ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും ഈ ചില മുസ്ലിം സംഘടനകൾ മനോരമയും മാതൃഭൂമിയും ബഹിഷ്കരിക്കണം എന്ന രീതിയിലുള്ള ഫത്വ പോലും പുറപ്പെടുവിച്ചു. ഏകദേശം 1400ഓളം അംഗങ്ങൾ വരുന്ന ഈ മഹല്ലിൽ ഏകദേശം 200-300 അതിലധികം ആളുകൾ ഉണ്ടായിരുന്ന ഈ 2 പേപ്പറുകളുമായി, മാതൃഭൂമി, മനോരമ എന്ന ഈ 2 പേപ്പറുകളുമായി സഹകരിക്കുന്നവർ, അവർ പോലും മിക്കവാറും ഏകദേശം 98% ആളുകൾ അല്ലെങ്കിൽ 99% ആളുകൾ ഞങ്ങളുടെ ഈ ഒരു പ്രഖ്യാപനവുമായി സഹകരിക്കാനും ഈ മാതൃഭൂമി, മനോരമ എന്ന പത്രം 2 മാസത്തേക്ക് മഹല്ലിൻ്റെ ആഹ്വാനമനുസരിച്ച് അവർ ബഹിഷ്കരിക്കാനും തയ്യാറായി. മലയാള മനോരമയ്ക്ക് വലിയ ഒരു സപ്പോർട്ട് ഇപ്പോഴും മലബാറിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകളെ ഈ പത്രത്തിനെതിരായി തിരിച്ച് അതിൻ്റെ ആ സർക്കുലേഷൻ ബേസ് തകർക്കാൻ വേണ്ടിയിട്ടോ ഇവരുടെ സർക്കുലേഷൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ ചെയ്ത ഒരു പരിപാടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനൊറ്റ വാക്കിൽ പറഞ്ഞാൽ ശുദ്ധ വിവരക്കേടാണ്. കാരണം ഇവിടെ തൊട്ടടുത്ത് എറണാകുളം ജില്ലയിൽ തന്നെ എടവനക്കാട് മഹലിൽ ഈ വിഷയത്തിൻ്റെ പേരിൽ പത്രബഹിഷ്കരണം നടന്നിരുന്നു. വളരെയേറെ ഈ സംഭവം വല്ലാതെ വലിച്ചിഴക്കപ്പെടുന്നു എന്നതോടുകൂടി ആ മഹലിലുള്ള 200ഓളം വീട്ടുകാർ ഞങ്ങൾക്കിനി ഈ 2 പത്രമുത്ത് മലയാള മനോരമയും മാതൃഭൂമിയും ഞങ്ങൾ വരുത്തുന്നില്ല, 2 മാസത്തേക്ക് ഞങ്ങൾ വരുത്തുന്നില്ല, ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലക്ക് ഞങ്ങൾ 2 മാസത്തേക്ക് ഈ പത്രങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞു. വേണമെങ്കിൽ മാധ്യമത്തിന് ഇത് നല്ലൊരു അവസരമായിട്ട് എടുത്ത് എടവനക്കാട് മഹലിൽ മാസ് ക്യാമ്പയിൻ നടത്തി വരിക്കാരെ വർദ്ധിപ്പിക്കാമായിരുന്നു. പക്ഷേ മാനേജ്മെൻറ്റ് തീരുമാനിച്ചത് അവിടെ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടക്കാൻ പാടില്ല. കാരണം ഒരു പത്രം ബഹിഷ്കരിക്കുന്നു എന്നുള്ള പേരിൽ നമ്മൾ ക്യാമ്പയിൻ നടത്തി അതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് എടുക്കരുത് എന്ന് തന്നെയാണ്. സ്വാഭാവികമായും മറ്റു പത്രങ്ങൾ നിർത്തുമ്പോൾ ആളുകൾ നമ്മുടെ പത്രങ്ങൾ വാങ്ങുന്നു എങ്കിൽ അങ്ങനെ വാങ്ങിക്കോട്ടെ, അല്ലാതെ ഒരു ക്യാമ്പയിനായി പോയി അവിടെ ആരും നടത്തേണ്ടതില്ല എന്നായിരുന്നു മാനേജ്മെൻറ്റ് തീരുമാനിച്ചത്. ഒരു ഫീൽഡ് സ്റ്റാഫിനെ പോലും ഈ 2 മാസത്തേക്ക് ഈ എടവനക്കാട് മഹലിലേക്ക് അയച്ചിരുന്നില്ല.